നമ്മുടെ രതീഷിനെ പുറത്താക്കിയിട്ട് ആദ്യത്തെ ബിഗ് ബോസ് എപ്പിസോഡ് ആദ്യം തന്നെ തുടങ്ങുന്നത് നമ്മുടെ ജിൻഡോ കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു സംഭവമാണ്. പിന്നെ പുള്ളി ഭയങ്കര ആക്റ്റീവായി. അപ്പോൾ ആ കരച്ചിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അതോ ആക്ടിംഗ് ആണോ അതോ പുള്ളിയുടെ ഐഡിയാസ് ആണോ എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാലും ഇന്നലത്തെ എപ്പിസോഡിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഋഷിയുടെ വൻ പുള്ളിയായിട്ടുള്ള കുറച്ച് വഴക്കുകളാണ്. എന്താ തോന്നുന്നേ? മോനെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതായത് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ബി എപ്പിസോഡിൽ മറ്റേ നമ്മുടെ റിയാസിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, മറ്റേ ഇതിൽ തടയ്ക്കുന്ന സാധനം. അതുപോലെ തന്നെ മറ്റേ രവികുമാർ സാറിന്റെ ഫൈറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ അതുപോലെ, അതായത് ഭയങ്കര വൺ പോലീസ് എപ്പിസോഡ്. ഒരു കാര്യവും പറയാനില്ല. അതായത് ഇമോഷൻസിന്റെ ഒരു റോളർ കോസ്റ്റർ റൈഡ് എന്നൊക്കെ പറയത്തില്ലേ, നമ്മളതില് ചിരിച്ചു, നമ്മുടെ കണ്ണു നനഞ്ഞു. ഭയങ്കര രസമുള്ള ഒരു എപ്പിസോഡ്, ഒന്നും പറയാനില്ല. ഇതില് വേറെ വലിയ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇന്നലെ ജസ്റ്റ് ഇത് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഞാൻ കയറി വോട്ട് രേഖപ്പെടുത്തി. പക്ഷെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം എനിക്ക് ആ വോട്ട് മാറ്റണമെന്ന് തോന്നി. കാരണം ഓരോ നിമിഷവും ഓരോ ആൾക്കാരെ കുറിച്ചുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ് മാറിക്കൊണ്ടിരുന്ന ഒരു എപ്പിസോഡായിരുന്നു. ഓരോ നിമിഷവും എനിക്ക് സത്യം പറഞ്ഞാൽ ആർക്കാ ഇടയ്ക്ക് വോട്ടിട്ടെ? എപ്പോഴോ സോറി, ഞാൻ വോട്ടിട്ടത് സത്യം പറഞ്ഞ മറ്റേ രശ്മിനാണ് വോട്ടിട്ടത്. അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് സീരിയസ്ലി ആ വോട്ട് മാറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഓൾറെഡി ഇട്ട് പോയതുകൊണ്ട് മാറ്റാൻ ഒരു മാർഗ്ഗം ഇല്ലാതായി. പക്ഷേ ഞാൻ ഇന്നലെ രാത്രി 12 മണിയൊക്കെ 11:30 കണ്ടോണ്ട് ഞാൻ ആ സമയത്ത് ഋഷിക്ക് വോട്ടിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി ഋഷിക്ക് വോട്ടിട്ടു. കാരണം ഇങ്ങനെ പ്രൊവോക്ക് ആവുന്ന സംഭവം ഗെയിം പെർസ്പെക്റ്റീവിൽ അതൊന്നും ശരിയല്ല. പക്ഷെ കാഴ്ചക്കാരന്റെ എപ്പിസോഡിൽ ഓക്കെ, അങ്ങനത്തെ കുറച്ച് കോണ്ടന്റ് വൈസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പുള്ളിക്ക് വിഷമമായി. പുള്ളി ആദ്യം എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരൻ എന്തുമാത്രം ഗബ്രിയെ ട്രസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളൊരു സംഭവം. അതെ ജെന്യുവിനിറ്റി. അത്രമാത്രം പുള്ളി ഗബ്രിയെ ട്രസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ പുള്ളി ഇപ്പോഴും എന്താ പറയാ, ഒരു ഇമോഷണലി ഒന്നും അത്ര സ്റ്റേബിൾ ആയിട്ടില്ല. പുള്ളി ഇപ്പോഴും ഒരു കൊച്ചു കുഞ്ഞിന്റെ ഒരു ലെവലിലേക്കാണ്. പുള്ളി പക്വതയിലേക്ക് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ജിൻഡോ ആ ശരീരവും വെച്ചിട്ട് ആ കിടന്ന് കരയുന്ന കാണുമ്പോൾ അമ്മയെ എനിക്ക് പാല് വേണം എന്നുള്ളൊരു ഫീൽ ആയിരുന്നു. പക്ഷെ എന്നാലും എന്ത് രസമായിരുന്നു ആ തടിയും ആ മുഖവും എല്ലാം കൂടെ വെച്ചിട്ട് പുള്ളി അവിടെ തറയിൽ കിടന്ന് ആ ഒരു കരച്ചില് കരയുന്നത് കാണാൻ. ഒരു ചാൻസ് കൂടെ കൊടുത്തൂടെ? അത് കംപ്ലീറ്റ്ലി ഫേക്ക് ആണ്, പക്ഷെ എന്നിരുന്നാലും അത് കാണുമ്പോൾ ഒരു രസം. ഡെവിനെ പറയടാ, ഋഷിയുടെ എന്ത് തോന്നി പ്രകടനം കണ്ടിട്ട്? എനിക്ക് തുടക്കം തന്നെ ജാൻമണീനെ തൊട്ട് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നു. കാരണം ജാൻമണി തുടക്കം തന്നെ മറ്റവരൊരു ഗ്രൂപ്പായിട്ട് ഋഷീനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു. അതാണ് ഇഷ്യൂവിന് തുടക്കം. ഗ്രൂപ്പായിട്ട് ഋഷീനെ ഫോക്കസ് ചെയ്തിട്ട് ഇത് നമുക്ക് ഋഷീനെ തന്നെ ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാൻമണിക്ക് ജിൻഡോയിനെ പറയണം. അപ്പൊ ജാൻമണിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ഗ്രൂപ്പായിട്ട് ഫേവറേറ്റിസം കാണിക്കുകയാണ്, അതല്ലെങ്കിൽ വേറൊരാളോട് ഫേവറേറ്റിസം കാണിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരാളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ജാൻമണി മാറിപ്പോയി കഴിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതാണ് തുടക്കം. ഋഷിയുടെ അടുത്ത് എന്ന് പറഞ്ഞത് അവിടെയാണ് ഋഷി ബാക്കിയുള്ള തുടക്കം തൊട്ടേ ഉള്ള ഗബ്രി അടുത്ത് വന്ന് എന്റെ അടുത്ത് വന്ന് ചിരിച്ചിട്ട് പോയി, നീ പലതവണ എന്റെ അടുത്ത് ചിരിച്ചിട്ട് പോയി. ഒരിക്കലും സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു ആക്ടിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഋഷി ചെയ്തതല്ല. ഋഷിയുടെ ഉള്ളിൽ നിന്ന് വന്നതിന് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാവും. എല്ലാവർക്കും ഒരു കണ്ണടച്ചിരുന്ന് കേട്ടാ മനസ്സിലാവും. അത് കണ്ണടച്ചിരുന്ന് കേട്ടാ മനസ്സിലാവും. നമുക്ക് നമ്മൾ തന്നെ പല ഇമോഷൻസിലൂടെ ജാൻമണിയുടെ കാര്യത്തിൽ തോന്നിയൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, രണ്ടുപേരും ആക്ച്വലി യൂസ് ചെയ്ത് രണ്ട് സ്ട്രാറ്റജി ആയിപ്പോയി. കാരണം ജാൻമണിക്ക് ജാസ്മിൻ പെട്ടെന്ന് കയറി വന്നിട്ട് ജാസ്മിൻ ആ ഒരു എന്താ പറയാ ഓവർ പവർ ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് വന്നു. അപ്പൊ അത് ഒരു സംഭവമാണ്. അത് ചെയ്യാൻ എന്താ പറയാ, ഈ മീൻ ടൈം ജാസ്മിൻ എന്താണ്, ജാസ്മിൻ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാരും. ഭയങ്കരമായിട്ട് ജാസ്മിൻ ആ ഒരു മാനിപ്പുലേറ്റീവ് സ്ട്രാറ്റജി എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിനെ വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് സ്ട്രോങ് ഇൻ ദ സെൻസ് ലൈക്ക് അവര് വീട്ടിൽ സ്ട്രോങ് അല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് തന്നെ അറിയാം ഋഷി എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ നാച്ചുറൽ ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഫാൻ ബേസ് പുള്ളിക്കാരൻ പുറത്തുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത് കുറച്ചുകൂടെയൊക്കെ ഋഷി അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഋഷിനെ പുറത്താക്കുക പാടാം. ഈ ഒരു ഇപ്പം രതീഷിനെയൊക്കെ ഇപ്പൊ പുറത്താക്കിയത് കൊണ്ട് ഭാഗ്യം. ഒരു 4 ആഴ്ച കൂടെ രതീഷോടെ നിന്നിരുന്നെങ്കിൽ രതീഷിനെ പുറത്താക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ജാസ്മിൻ വളരെ അറിഞ്ഞുള്ള സ്ട്രാറ്റജിയാണ്. പക്ഷെ ഇതിൽ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഗബ്രി എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു നമ്മൾ ഈ പച്ച മലയാളത്തൊക്കെ പറഞ്ഞ പെൺകോന്തൻ എന്നൊക്കെ പറയത്തില്ലേ, പെണ്ണിന്റെ വാല് പിടിച്ച് നടക്കാൻ. ഗബ്രിയുടെ കാര്യം പറയുമ്പം ആദ്യ എപ്പിസോഡ് തുടങ്ങുമ്പോൾ പുള്ളിക്ക് പവർ വേണ്ടാന്ന്, അവര് ആക്ച്വലി നല്ല പ്ലാൻഡ് ആണെന്ന് തോന്നുന്നു. പവർ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് മറ്റേ കോമണർ ആയിട്ടുള്ള പുള്ളിക്കാരി ഒഴിവാക്കി. പുള്ളിക്ക് എന്താണെങ്കിലും വേണ്ടാന്നൊക്കെ പറഞ്ഞ് കുറെ സീൻസ് ബിഗ് ബോസ് തന്നെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അതവര് ഹൻസിബയൊക്കെ കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നൈസായിട്ട് അവളെ ഒഴിവാക്കിയിട്ട് മറ്റേ ഇതിന്റെ പവർ ടീമിൽ ഗബ്രിയും കയറി. അതിലും തോന്നുന്നു ജാസ്മിന്റെ ഒരു ചെറിയ ഒരു ഇടപെടൽ ഉണ്ടാവും തോന്നുന്നു. കാരണം ഗബ്രി സ്വന്തമായിട്ടൊരു ഇതില്ലാതെ ജാസ്മിന്റെ വാലിൽ തൂങ്ങി നടക്കുന്ന വെറും ഒരു എന്താ പറയാ പപ്പറ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവളുടെ എന്താ പറയാ കുറച്ച് വെച്ചിട്ട്
അവനെ ജാസ്മിന് മാനിപ്പുലേറ്റ് ചെയ്ത് നല്ല അവസാനം രീതിയിൽ അവൻ നെഗറ്റീവ്സ് അടിച്ചു വരുന്നുണ്ട്. കൊടുക്കുകയും ചെയ്യും. അത് വേറെ കേസ്. അതെ. അതെ അതെ അതെ. നോക്കാം നമുക്ക് ഇന്നലെ ഏത് മറ്റേ രീതിയിലാണ്. ജാൻമണിയും ശ്രീരേഖയാന്ന് തോന്നുന്നു ഇവര് സ്റ്റേ ചെയ്യണത്, അതായത് ഒരു റൂമിൽ കിടക്കുന്നതൊക്കെ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് ലൈവിനകത്തുണ്ടായിരുന്നു ബിഗ് ജാൻമണിയുടെ ബോസിൽ. ഒരു ഇവര് രക്ഷയില്ല. റൂമിൽ അവിടെ കിടന്നുറങ്ങുന്നത്. അത്രയും പേര് 4 പേരുടെ ഇടയ്ക്ക് ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് അത് അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുക. എന്റെ ഓഡിയൻസിന് ഞാൻ ഇതല്ല കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വളരെ സംസാരിച്ച്. വ്യക്തമായിട്ട് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു അതെ. എന്താ പറയാ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. ജാൻമണിക്ക് സത്യം പറഞ്ഞാൽ അതാണ് പറഞ്ഞത്. എനിക്ക് സം പോയിന്റ് ഓഫ് ടൈം ഈ പറയുന്ന വോട്ട് മാറ്റി കൊടുക്കണം എന്ന് തോന്നിയില്ല. ബേസിക്കലി എനിക്കത് മാറ്റി ജാൻമണിക്ക് കൊടുക്കണം എന്ന് തോന്നിയായിരുന്നു. കാരണം അതിനുള്ള ബേസിക് റീസൺ എന്ന് പറഞ്ഞു അതെ കഴിഞ്ഞാൽ അതെ. ആ ഒരു സ്റ്റാൻഡ് എടുക്കുക എന്നുള്ള സംഭവമാണ്. എനിക്ക് ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞു ഋഷിക്ക് എനിക്ക് പക്ഷെ ഒരു സമയത്തും ഋഷിക്ക് കൊടുക്കുമെന്ന് തോന്നില്ല. കാരണം ഋഷി ഇമോഷണലി ഇത്രയും വീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തി ഇനി അങ്ങോട്ട് എങ്ങനെ പിടിച്ചിരിക്കാനാണ്? കുറച്ച് കോണ്ടന്റ് എന്തായാലും ഉണ്ടാക്കും. ഈ നല്ല രസമായിരിക്കും. പക്ഷെ ഈ പുള്ളിക്ക് പറ്റിയൊരു കളിയല്ല ഈ പറയുന്ന ബിഗ് ബോസ്. അതെ ഇമോഷണലി അതെ. ഭയങ്കര വീക്ക് ഭയങ്കര ആയിട്ടുള്ള ഇമോഷണൽ. സംഭവമാണ്. അത് ജാൻമണി ഓക്കെ ആണ്. പിന്നെ എനിക്ക് ഇപ്പം പേഴ്സണലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ അവിടെ കുറച്ചുകൂടെ നിൽക്കണമെന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ടാകത്തില്ല. അപ്പൊ ഇവള് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇനിയിപ്പം നമുക്ക് എടുത്തു പറയത്തക്ക ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് അവൾ വളർന്നു വരും എന്നാണ് യെസ്. എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ഇന്നലെ നിങ്ങൾ എത്ര ബാക്കിയുള്ളവരെല്ലാവരും പേര് ശ്രദ്ധിച്ചു എന്ന് അറിയത്തില്ല. ആരേട്ടാ? നമ്മുടെ റോക്കിയുടെ കണ്ണ് നിറഞ്ഞത്. അതെ. റോക്കി എന്തിനാ കരഞ്ഞത്? എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. പക്ഷെ എനിക്ക് ആ അത് ചിലപ്പം കരച്ചില് ആ ജാസ്മിൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. റോക്കി പ്രൊവോക്ക് ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു. അതിന്റെ ഇടയ്ക്ക് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവന് കരച്ചിൽ വന്നതായിരിക്കാം. പക്ഷെ എന്നാലും എനിക്ക് ആ കണ്ണുനീര് കുറച്ചുകൂടെ, അതായത് ജാസ്മിന്റെ കരച്ചിലിനേക്കാൾ കുറച്ചുകൂടെ ജെന്യൂൻ ആയിട്ട് എനിക്ക് റോക്കിയുടെ കരച്ചിൽ ഫീൽ ചെയ്തു എന്നുള്ളത് സത്യമാണ്. ഏതായാലും ഋഷിയുടെ കാര്യത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഋഷിയൊക്കെ അവിടെ ഉണ്ടോന്ന് പോലും നമ്മൾ സംസാരിച്ചു. പക്ഷേ ജാസ്മിന്റെ ഈ ഒരു വർക്കിൽ കൂടെയാണ് ഋഷി സംസാരിച്ച് കണ്ടത്. അത് വേറെ കാര്യം. വേറെ ജാസ്മിനെ പോലെ വേറെ ഈ പറയുന്ന പോലെ ആ ഹൗസിനുള്ളിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രണയം അതൊക്കെ പറഞ്ഞാലും അതുപോലെ പ്ലാനൊക്കെ ചെയ്ത് കുറച്ച് കുത്തിത്തിരിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരാളുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഋഷി ഈ പറയുന്ന പോലെ പ്രൊവോക്ക് ആയില്ലെങ്കിൽ പുള്ളി പിന്നെയും സൈലന്റിലോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ജാൻമണി കയറി വരാം. പിന്നെ സിജോയുടെ ആ ഒരു എന്താ പറയാ സമാധാനിപ്പിക്കുന്നു. അവസരോചിതമായിട്ടുള്ള ഇടപെടലായിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരാൾക്ക് അത്രയും തകർന്നിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ പുള്ളിയെ കൺസോൾ ചെയ്യേണ്ടത്, സിജോയുടെയും ആ ഒരു ആക്ട് എനിക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് തോന്നി. കാരണം ഒരു സ്വന്തം അനിയനെ എന്താ പറയുക കൺസോൾ ചെയ്യുന്ന പോലെ ആ ഒരു കൺസോൾ ചെയ്തെടുക്കുക, അത് ഒരു ഭയങ്കര രസമുള്ള ഒരു അതെ. ക്യാരക്ടറിസ്റ്റിക് ആണ്. അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് തോന്നി. അതെ അതെ. സിജോയുടെ എനിക്ക് പിന്നെ റോക്കിയോടുള്ള ഇന്നലത്തെ ആ പെർസ്പെക്റ്റീവ് ഞാൻ ഇതുവരെ പറഞ്ഞത് റോക്കിയോട് അത്ര വലിയ താല്പര്യം തോന്നുന്നില്ല. പക്ഷേ ഇന്നലത്തെ കുറച്ച് സംഭവം കണ്ടപ്പോഴേ മറ്റേ ഈ മുടിയൻ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടിരുന്നിട്ട് എന്താണ് അവനെ അതെ അതെ. അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാത്തൊരിത് കണ്ടപ്പം എനിക്ക് റോക്കിയോട് കുറച്ച് അല്ല, അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ജാസ്മിനും ഗബ്രിയും ഇവൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. റോക്കി പറയുന്നത്. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. പക്ഷെ റോക്കി അല്ല ആക്ച്വലി അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞാൽ അപ്സര ഇതിലൊരു കിടിലൻ കളിയല്ലേ കളിച്ചത്. കാരണം അപ്സര. അപ്സരയുടെയും കൂടെ മുന്നിൽ വെച്ചിട്ടല്ലേ ജാൻമണി ഈ ഋഷിയോട് ഈ കാര്യങ്ങൾ മൊത്തം അല്ല, പറഞ്ഞത്. ജാൻമണി ഇറങ്ങിപ്പോകുന്നത് ഇവരെല്ലാരും കണ്ടു. സംഭവം ഇവിടെ ഈ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് തന്നെ ചേട്ടാ മറ്റേ ഹൻസിബയുടെ കാര്യം വിട്ടുപോരുത്. ഹൻസിബ ഉള്ള ആ ടീം അവർ പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന ഗബ്രി ആണെങ്കിലും മറ്റേ കോമളറെ മാറ്റിയിട്ട് ഒരു ഗെയിം കളിച്ചു. എന്നിട്ട് മറ്റേ ജാസ്മിനെ അകത്ത് കയറ്റി ഗബ്രി പുറത്തു പോയതുമില്ല, ജാസ്മിനെ അകത്ത് കയറ്റുകയും ചെയ്തു. ഗബ്രി വേണ്ടെന്നാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഗെയിമിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന ജാൻമണി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പുറത്തു പോകുന്നു. അപ്പൊ എന്താ കാരണം എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷന്റെ ആണ് ഈ പറയുന്ന ജാൻമണി മറ്റേ മുടിയന്റെ കാര്യം പറയുന്നത്. അവന് ഭയങ്കരമായിട്ട് വിഷമായി. അവന് സത്യം പറഞ്ഞാൽ വിഷമമായത് നേരോമല എനിക്കും ഫീൽ ചെയ്തത്. കാരണം അവൻ കുറച്ചുകൂടെ ഇവനെ ട്രസ്റ്റ് ചെയ്തു, ഗബ്രീനെ കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്തു. അപ്പൊ അത് എന്താണ് ഗബ്രി ഈ പറച്ചിലേ ഉള്ളു കേട്ടോ. ആ ബർഷി കയറി അങ്ങ് ദേഷ്യപ്പെട്ടപ്പോഴേ ഗബ്രി അങ്ങ് നിന്നു. ഗബ്രി എന്താ പറയാ അവിടെ പകച്ചു നിൽക്കായിരുന്നു. ഗബ്രി പിന്നെ എന്ത് പറഞ്ഞാലും അവന്റെ ഫേസ് കാണുമ്പോൾ പറയാം ഗബ്രി അവിടെ വളരെ പകച്ചു നിൽക്കുകയാണ്. ഗബ്രി അപ്പം ഒരു വീക്ക് കാൻഡിഡേറ്റ് ആണ്. അതെ. ഇന്നത്തെ പ്രൊമോ കണ്ടായിരുന്നോ? കണ്ടു പ്രൊമോ കണ്ടു. എന്തായിരുന്നു? മറ്റേ ഐസ്ക്രീമിന്റെ സംഭവം. അതെ, അതായത് ഐസ്ക്രീമിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടാണെങ്കിൽ അപ്സരയോ ജാൻമണിയോ എന്താ ഐസ്ക്രീം എടുക്കുന്നുണ്ട്. മറ്റേ ഇവന്റെ ഗബ്രിയുടെ ഐസ്ക്രീം എടുക്കുന്നുണ്ട്. അപ്പൊ അത് ചോദിക്കാതെ എടുക്കുന്നത് മോശം എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ ഒരു ട്വിസ്റ്റ് മീൻസ് അവിടെ ഒരു സംസാരം ഉണ്ടാവുന്നുണ്ട്. അത് വെച്ചിട്ടാണെന്ന് തോന്നുന്നു കയറി പോകുന്നത്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ബിഗ് ബോസ് സീസൺ 6 ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നുണ്ട്. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ ട്വിസ്റ്റുകൾ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് അഭിപ്രായം പറയാം. നിങ്ങളൊരു കോമണർ ആണെങ്കിൽ നിങ്ങൾക്കും ഈ ഡിസ്കഷൻ്റെ ഒരു പാർട്ട് ആവാം. നിങ്ങൾ കമന്റ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നിങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു.